അർജുൻ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ അതിലേക്ക് കടക്കേണ്ടതുണ്ട്. എപ്പോഴാകും ഷൈനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക? അർജുൻ മട്ടന്നൂർ, കേൾക്കാമെങ്കിൽ എപ്പോഴായിരിക്കും ഷൈനെ ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക? തന്നെ ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. അറസ്റ്റ് ചെയ്യുന്ന നടപടി ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറക്കും. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. മാത്രമല്ല അവിടെ വെച്ച് ഷൈൻ ടോം ചാക്കോൻ്റെ രക്തത്തിൻ്റെയും അതോടൊപ്പം തന്നെ മൂത്രത്തിൻ്റെയും ഒക്കെ തന്നെ സാമ്പിളുകൾ ശേഖരിക്കാൻ സാധ്യതയുണ്ട്. മുടിയും നഖവും അടക്കം പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയും ഇതിനൊപ്പം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ മജിസ്ട്രേറ്റിന് മുമ്പിലടക്കം ഹാജരാക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, ഇതിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലഹരി കച്ചവടവുമായി ബന്ധമുണ്ട്, അതിൻ്റെ ഒരു ശൃംഖലയുമായി ബന്ധമുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ചില നിർണായകമായ ഫോൺ രേഖകൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ ലഹരി വസ്തുക്കളൊന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഹരി വിൽപ്പനക്കാരായ, ലഹരി ഇടനിലക്കാരനായ സജീറിനെ അടക്കമുള്ള ആളുകളെ ചുറ്റിപ്പറ്റിയുള്ള കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതിൽ ഷൈൻ ടോം ചാക്കോക്കും പങ്കുണ്ട് എന്ന കണ്ടെത്തലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും നിർണായകമായ ചില കണ്ടെത്തലുകളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ലഹരിക്കായി സാമ്പത്തിക സഹായം ചെയ്തു എന്ന പ്രധാനപ്പെട്ട കുറ്റം, അത് ജാമ്യമില്ലാ കുറ്റമാണ്. 10 മുതൽ 20 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അതോടൊപ്പം തന്നെ ലഹരിക്കായി പ്രേരണാ കുറ്റം അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റവും ചുമത്തിയിരിക്കുന്നു. അതായത് ലഹരി വിൽപ്പനയ്ക്കും മറ്റും ഇടനിലക്കാരനായും അതോടൊപ്പം തന്നെ അതിൽ സാമ്പത്തിക സഹായവും മറ്റും ചെയ്യുന്നു എന്നുള്ള തരത്തിലും കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ 2 കുറ്റങ്ങളാണ്, NDPS ആക്ട് പ്രകാരമുള്ള 2 ഗുരുതരമായ കുറ്റങ്ങളാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഒരിക്കൽ പോലും ഇത്തരമൊരു അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും എന്നൊരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. മാത്രമല്ല നേരത്തെ തന്നെ നിരവധി അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം അടക്കം തേടിയ ശേഷമാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. അപ്പോഴും ഇത്തരത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏതാണ്ട് 10 മണി മുതൽ ഏതാണ്ട് 12:30 വരെ തന്നെ വിശദമായി തന്നെ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഉത്തരങ്ങൾ കൃത്യമായി പഠിക്കുകയും അത് വീണ്ടും അതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. എന്തായാലും നിർണായകമായ സംഭവം ഉണ്ടായിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാദ്യമായിട്ടല്ല ഷൈൻ ടോം ചാക്കോ ലഹരി കേസിൽ അറസ്റ്റിലാവുന്നത്. 2015 ജനുവരി 30 കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കൊക്കൈൻ കേസിൽ പ്രതിയായത് ഷൈൻ ടോം ചാക്കോയാണ്. ഷൈൻ ടോം ചാക്കോ അടക്കം 8 പേരെ അന്ന് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടുകയും അതിനുശേഷം ഏതാണ്ട് 10 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണക്കൊടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഷൈൻ ടോം ചാക്കോ കുറ്റക്കാരനല്ല എന്ന് എറണാകുളം ജില്ലാ കോടതി കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ ആ വിധിന്യായത്തിൽ പോലും പോലീസിൻ്റെ നടപടിക്രമങ്ങളിൽ വന്ന വീഴ്ചകൾ ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ആ വിധി കോടതി പ്രസ്താവിച്ചത്. തുടക്കം മുതൽ കസ്റ്റഡിയിലെടുക്കുന്നത് മുതൽ അതിൻ്റെ വിചാരണാ ഘട്ടം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് പരിശോധനകൾ കൃത്യമായി നടത്തിയില്ല, ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല, മാത്രവുമല്ല ഈ പിടിച്ചെടുത്ത കൊക്കൈൻ കൃത്യമായി പരിശോധന നടത്തിയില്ല തുടങ്ങി നിരവധി വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ മറ്റൊരു ലഹരി കേസ് കൂടി വരുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിൽ ചർച്ചയായതിന് പിന്നാലെ വീണ്ടും ഒരു വിവാദങ്ങൾക്കൊടുവിൽ ഒരു കേസ് കൂടി വരുമ്പോൾ പോലീസ് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുന്നത്. മാത്രവുമല്ല വൈദ്യപരിശോധന അടക്കമുള്ള മറ്റ് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് എറണാകുളം നോർത്ത് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.